അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് റബ്ബി യദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത്. അഥവാ ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ ഇടമാകുന്ന സ്വർഗം സമ്പാദിക്കുക, സ്വർഗം നേടുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. പക്ഷെ നമ്മൾ ആഗ്രഹം അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ഇടമായ സ്വർഗം ലഭിക്കണമെന്നുള്ളത്. നരകമാവട്ടെ അള്ളാഹിൻ്റെ കോപത്തിൻ്റെ ഇടവുമാണ്. അത് ലഭിക്കരുത് എന്നാണ് ഒരു മുസ്ലിമിൻ്റെ പ്രാർത്ഥന. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗവും നരകവുമൊക്കെ അള്ളാഹു തആല അത് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ആരാണ് പോവുക? അള്ളാഹുവിൻ്റെ സ്വർഗം, അതിലേക്ക് ആരാ പോവുക? അത് അള്ളാഹു തആലൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ പോകാൻ പറ്റൂ. അള്ളാഹു എന്താണോ പറഞ്ഞത്, അള്ളാഹു എന്താണോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, അത് ചെയ്തവർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശനമുള്ളൂ. ഇത് നാം പറയുന്നതല്ല, അള്ളാഹു പറയുന്നതാണ്. അഥവാ അതിലേക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് ഹിദായത്താണ്, സന്മാർഗം. അള്ളാഹു കൽപ്പിച്ച ആ മാർഗത്തിലൂടെ ചലിച്ചാൽ അവനിക്ക് സ്വർഗത്തിലെത്താം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ കൊതിക്കുന്നതും. ഇതാണ്. ഇത് ആരോടെങ്കിലും വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ളത് കൊണ്ടും പറയുന്നതല്ല. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു വീടുണ്ടാക്കിയാൽ ആ വീട്ടിലേക്ക് ആരൊക്കെ വരണം, ആരൊക്കെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കുക. വീടുണ്ടാക്കിയവനാണ്, അല്ലെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥനാണ് തീരുമാനിക്കുക ആ വീട്ടിലേക്ക് ആരൊക്കെ പ്രവേശിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, ഇന്നാ അർസൽനാക ഷഹീദൻ വ മുബശ്ശിറൻ വ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദൂതനായിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ട്, തെറ്റ് ചെയ്തവർക്ക് തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നവനായിട്ടാണ് നബി തങ്ങളെ അയച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഹദീസിൽ, അള്ളാഹു തആല സ്വർഗമുണ്ടാക്കി, ആ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് അള്ളാഹു എന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ഒരു ഉദാഹരണവും പറയുന്നുണ്ട്. അതാ നമ്മളൊരു വീട് താമസ പരിപാടി ഉണ്ടാക്കിയിട്ട് ആ വീടിൻ്റെ അദ്ദേഹത്തിന് എല്ലായിടത്തും പോകാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒരാളെ ഏൽപ്പിച്ചു, ഇന്ന ആളുകളൊക്കെ വിളിച്ച് പരിപാടിക്ക് ക്ഷണിക്കണമെന്ന്. അപ്പം അദ്ദേഹം ഓരോ ആളുകളുടെ അടുക്കൽ ചെന്ന് പറയും, ഇന്ന ആളുടെ വീട് താമസമുണ്ട്, അത് ക്ഷണിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എന്ന പോലെ ആ വീടുണ്ടാക്കിയാൽ അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെതാണ് സ്വർഗമെന്നുള്ളത്. ആ വീട്ടിൻ്റെ ആഘോഷമാണ് പരലോകത്തുള്ള ആ സ്വർഗീയമായ താമസങ്ങൾ. അതിലേക്ക് ക്ഷണിക്കുന്നവനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു തആല പറയുന്നുണ്ട്, ആ ഹിദായത്ത് എന്ന് പറയുന്ന ടിക്കറ്റ് അത് എങ്ങനെ ലഭിക്കും? അത്
കിട്ടാനാണ് നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ മാർഗത്തിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തട്ടെ. 5 തവണ നിർബന്ധമായിട്ടും 5 സമയങ്ങളിലായി 17 പ്രാവശ്യം മിനിമം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഏതായ നേരായ മാർഗം ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗം. ഏതാ അനുഗ്രഹം ചെയ്ത ആളുകളുടെ മാർഗം? അത് ആരാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാരാ? അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇവരാണ് അനുഗ്രഹം ലഭിച്ചവർ. സിദ്ദീഖുകൾ, സ്വാലിഹുകൾ, സജ്ജനങ്ങൾ, ശുഹദാക്കൾ, ഇവരൊക്കെയാണ്. അത് പ്രവാചകന്മാരുടെ വഴി, ശുഹദാക്കളുടെ വഴി, സിദ്ദീഖീങ്ങളുടെ വഴി, മുൻഗാമികളുടെ വഴി. ആ വഴിയിലാണ് ഞങ്ങളെ നീ ചേർക്കണേ. നേരായ വഴിക്ക് അള്ളാഹു നിർവചനം കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ വിശദീകരണം കൊടുത്തിട്ടുള്ളത് മുൻകഴിഞ്ഞു പോയ സച്ചരിതരായ ആളുകളുടെ മാർഗം എന്നുള്ളതാണ്. ഒന്നും കൂടെ അത് അരക്കിട്ടുറപ്പിക്കുന്നു അള്ളാഹു. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം ഏറ്റുവാങ്ങിയ ആളുകളുടെ മാർഗം അല്ല. വലദ്ദാല്ലീൻ, നീ പിഴപ്പിച്ചവരുടെ മാർഗവുമല്ല. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുൻകഴിഞ്ഞു പോയ വേദക്കാരായ ആളുകൾ അവർ ആ വേദ സന്ദേശം ശരിയായ നിലക്ക് പിൻപറ്റുന്നതിന് പകരം മുസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഒക്കെ ആളുകളാണ് എന്ന് പറഞ്ഞ് അവർ പറയുകയും, എന്നാൽ അവർ പഠിപ്പിച്ചതിനും അവർ കൽപ്പിച്ചതിനും വിരുദ്ധമായി പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് റബ്ബിൻ്റെ കോപവും റബ്ബിൻ്റെ പിഴച്ച മാർഗത്തിലും സഞ്ചരിച്ചവർ ജൂത ക്രൈസ്തവരായ ആളുകൾ. അവരുടെ മാർഗം അല്ല ഹിദായത്തിൻ്റെ മാർഗം. കാരണം അവർ വഴിതെറ്റിയിട്ടുണ്ട്. ഈസാ നബി അലിഹിസ്സലാം പഠിപ്പിച്ച തൗഹീദിന് എതിരാണവർ. മൂസാ നബി അലിഹിസ്സലാം പഠിപ്പിച്ച തൗറാത്തിനെതിരാണവർ. അവരുടെ ഇന്നത്തെ പ്രവർത്തനവും വിശ്വാസവും അങ്ങനെയാണ്. നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു, ഉള്ള സ്ഥിതി നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ മാർഗത്തിലല്ല റബ്ബേ നീ ഞങ്ങളെ ചേർക്കേണ്ടത്. ചേർക്കേണ്ട വഴി മുൻകഴിഞ്ഞു പോയ ആളുകളുടെ വഴിയാണ്, മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരുടെ വഴി. ആ വഴിയെ വിശ്വസിക്കാനാണ് അള്ളാഹു നമ്മൾ ആമിനു കമാ ആമനന്നാസ്. സ്വഹാബത്ത് എങ്ങനെ വിശ്വസിച്ചു? അന്നാസ് എന്ന് പറഞ്ഞതുകൊണ്ട് സ്വഹാബികളാണ്. സ്വഹാബികൾ എങ്ങനെയാണ് അള്ളാഹുവിനെ വിശ്വസിച്ചത്? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശ്വസിച്ചത്? അതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണ് സ്വഹാബത്ത് എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചത്? ഒരു അസാധാരണ മനുഷ്യനായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വഹാബത്ത് മനസ്സിലാക്കിയത്. എന്തുകൊണ്ട്? മുത്തുനബി തങ്ങളെ ഉമിനീര് അവർ ഉപയോഗപ്പെടുത്തി, ഉമിനീര് കൊണ്ട് ബർക്കത്തെടുത്തു. മുത്തുനബി തങ്ങൾ ഒളു ചെയ്യുമ്പോൾ ആ ഒളുവിൻ്റെ വെള്ളം അത് കിട്ടാൻ അവർ തിക്കും തിരക്കും കൂട്ടിയത് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മുത്തുനബി തങ്ങളുടെ ശരീരത്തിലുള്ള വിയർപ്പ്, ആ വിയർപ്പ് സ്വഹാബത്ത് അത്തറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരാ. നമ്മളൊക്കെ വിയർത്താൽ നമ്മൾ നമ്മുടെ ഈ വിയർപ്പിൻ്റെ വാസന എന്താണ്? ദുർഗന്ധമല്ലേ ഉണ്ടാവുക. മുത്തുനബി തങ്ങളുടെ വിയർപ്പ് സുഗന്ധമാണ്. എന്തുകൊണ്ട്? അത് അസാധാരണ മനുഷ്യനാണ്. മുത്തുനബി തങ്ങളുടെ വെട്ടിയ നഖം അത് സഹാബത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാരഥന്മാരായ ആളുകൾ അവർ വഫാത്തിൻ്റെ സമയത്ത് അവരുടെ കണ്ണിലും അവരുടെ മൂക്കിലും ഒക്കെ അത് വെച്ച് ബർക്കത്ത് നേടിയിട്ടുണ്ട്. അവിടെ കഫം പുടയിൽ അവർ അത് വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഹജ്ജിൻ കഴിഞ്ഞ് മുടി കളയുമ്പോൾ ആ മുടിയെടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്
ഇത് ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്കിടയിൽ നീ ഓഹരി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ മുടി, നഖം, നബിതങ്ങൾ ധരിച്ച വസ്ത്രങ്ങൾ, നബിതങ്ങൾ ധരിച്ച ചെരുപ്പ്, നബിതങ്ങളുടെ ഉമിനീര്, നബിതങ്ങളുടെ വിയർപ്പ്, എന്തിനേറെ പറയുന്നു റസൂലുള്ളാഹി ചികിത്സാർത്ഥം കൊമ്പ് വച്ചപ്പോൾ, അതൊരു ചികിത്സയാണ്, കൊമ്പ് വച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ, അതിൽ നിന്ന് ഒഴിവാക്കിയ ചീത്ത രക്തം, ആ രക്തം ഒഴിവാക്കാൻ സഹാബത്തിന് നിർദ്ദേശം കൊടുക്കുകയും ആ സ്വഹാബി അത് കുടിക്കുകയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാനത് കുടിച്ചിട്ടുണ്ട്, എന്നാൽ എൻ്റെ രോഗം സുഖാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ അവർ മനസ്സിലാക്കിയത്. ഖന്തക്കിൻ്റെ ആ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് കിടങ്ങ് കീറുമ്പോൾ മുത്തുനബി തങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ട് പോയ സമയത്ത് പാറക്കല്ല് വയറ്റത്ത് 2 എണ്ണമുണ്ട് നിമിത്തങ്ങൾക്ക്, സഹാബത്തിനൊക്കെ ഓരോന്നുമുണ്ട്. അങ്ങനെ പാറക്കല്ല് അവർ വെട്ടിപ്പൊളിക്കുക. ചില പാറക്കല്ല് പൊളിക്കാൻ കഴിയാത്തുമ്പോൾ അത് നബിതങ്ങളോട് പറയുമ്പോൾ നബിതങ്ങളത് ബിസ്മി ചൊല്ലി വെട്ടുമ്പോൾ പൊളിയും. ഇങ്ങനെ അവരിങ്ങനെ ത്യാഗം ചെയ്യുകയാണ്. ക്ഷീണം വരുമ്പോൾ പാട്ട് പാടും അവർ, സ്വഹാബത്തും മുത്തുനബിതങ്ങളും. എന്നിട്ട് ഈ രംഗം കണ്ട അതിൽ പങ്കെടുത്ത ജാബിർ റളിയല്ലാഹു അൻഹു സഹിക്കണില്ല. മുത്തുനബിതങ്ങൾ വിശന്നിട്ടാണ് അവർ കല്ല് വെച്ച് കെട്ടിയത്. വിശന്നിട്ട് അവർ വളഞ്ഞു പോകാതിരിക്കാൻ അവരുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു വിഷമമായി. അള്ളാഹിൻ്റെ റസൂല് വിഷമിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല, കണ്ടു മനസ്സിലാക്കി ജാബിർ റളിയല്ലാഹു അൻഹു. അവർ വേഗം നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ എനിക്കൊരു അനുവാദം തരുമോ? യുദ്ധം നടക്കുകയാണല്ലോ, യുദ്ധത്തിൻ്റെ സാഹചര്യമാണ്, അപ്പോൾ അനുവാദം തേടിയിട്ടാണ് പോകുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഉള്ളത്? ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരു ആട്ടിൻകുട്ടിയുണ്ട്, കുറച്ച് ഗോതമ്പുണ്ട്, ഒരു ഗോതമ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയൊരു ഭക്ഷണം നമുക്ക് ഒരുക്കാം. അങ്ങനെ നബി തങ്ങൾ ഈ സന്തോഷം, വീട്ടിൽ ഒരു സാഴ് ഗോതമ്പുണ്ട്, ഒരു ആട്ടിൻകുട്ടിയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷത്തോടെ നബി തങ്ങളുടെ ചെവിയിൽ ചെന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങും 1-2 ആളുകൾ വീട്ടിലേക്ക് വരണം. അവിടെ ഒരു ആട്ടിൻകുട്ടിയുണ്ട്, ഒരു സാഴ് ഗോതമ്പുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി ഞാൻ അങ്ങക്ക് തരാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സന്തോഷം കേട്ടപ്പോൾ നബിതങ്ങൾ സന്തോഷം കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഹന്തക്കിൽ കിടങ്ങു കീറുന്ന സഹാബാക്കളെ, നിങ്ങൾക്കിതാ ഒരു സന്തോഷം. യാ അഹ്ലൽ ഖന്തക് ഇന്ന ജാബിറൻ ഖദ് സനഅ സൂറ ഫഅയ്യ ഹലബിക്കും, നിങ്ങൾ വരൂ, ജാബിർ സദ്യ ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് പോകാം, സന്തോഷം. പക്ഷേ ജാബിർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ജാബിറെ, ഞാൻ വന്നിട്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്താൽ മതി. ആടിന് നിങ്ങൾ അറുത്ത് അതിൻ്റെ മാംസം നിങ്ങൾ കഷ്ണിച്ച് വെക്കുക, അതിൻ്റെ വേവിക്കാൻ ആരംഭിക്കുന്നത് ഞാൻ വന്നിട്ടാവാം. പത്തിരി നിങ്ങൾ കുഴച്ച് പാകപ്പെടുത്തുക, പത്തിരി ചുടൽ ഞാൻ വന്നിട്ടാക്കാം. നബിതങ്ങളും സഹാബത്തും വരികയാണ്. നബിതങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ സംഭവത്തിൽ ആയിരക്കണക്കിന് സഹാബത്തുണ്ട്. വഹും ഉലൂഫ് എന്ന് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. 1000 ആളുകൾ. എന്താ ജാബിർ റളിയല്ലാഹു പറഞ്ഞത്? അങ്ങും 1-2 സഹാബിമാരും വരണം. നമുക്കറിയാലോ, ഒരു സാഴ് ഗോതമ്പുകൊണ്ട് എത്ര ആൾക്ക് ഭക്ഷണം കഴിക്കാം? ഒരാട്ടിൻകുട്ടിനെ അറുത്താൽ എത്ര മാംസം ഉണ്ടാവും നമുക്കറിയാം. ആയിരക്കണക്കിന് ആളുകളായിട്ടാണ് മുത്തുനബിതങ്ങൾ ഇങ്ങനെ പോകുന്നത്. റസൂൽ ഒരു കാര്യം ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ജാബിറെ, ഞാൻ വന്നിട്ട് ആരംഭിച്ചാൽ മതി. അങ്ങനെ നബിതങ്ങൾ വീട്ടിലെത്തി. നബിതങ്ങളെ ഷർഫാക്കപ്പെട്ട ഉമിനീർ അതാ മാംസത്തിൽ നബിതങ്ങൾ പുരട്ടി. നബിതങ്ങളുടെ കൈകൊണ്ട് തന്നെ ആദ്യത്തെ പത്തിരി ഉണ്ടാക്കുകയും ചെയ്തു. സ്വഹാബത്ത് പറയാണ്, ഇത് റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്ത് പറയാണ്, ഫഉഖ്സിമു ബില്ലാഹ് ലഅകലൂ ഹത്താ തറകൂ വൻഹറഫു, ഞാൻ അള്ളാഹുവിനെ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അവർ മുഴുവനും ഭക്ഷണം കഴിച്ചു. 1000 ആളുകൾ ഭക്ഷണം കഴിച്ചു. ഹത്താ തറകൂഹു വൻഹറഫു,
എന്നിട്ടും അവരൊക്കെ പോയതിന് ശേഷവും ഭക്ഷണം ബാക്കിയാണ്. വൈന്ന ബുർമത്തന, ഞങ്ങൾ ആ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളിൽ മാംസം ഇങ്ങനെ തെളിച്ച് മറിയാണ്. പത്തിരിങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും തീരുന്നില്ല. നിബിതങ്ങളുടെ ആ കയ്യിൻ്റെ പ്രത്യേകതയാണ്. ഇതാണ് സ്വഹാബത്ത് നബിതങ്ങളെ മനസ്സിലാക്കിയത്. അല്ലാതെ വഹി വരുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു പ്രത്യേകത നബിതങ്ങൾക്ക് ഇല്ല എന്നുള്ളതല്ല റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കുള്ള സങ്കടം വരുമ്പോഴും അവർക്ക് സന്തോഷം വരുമ്പോഴും അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ അവർ നബിതങ്ങളെ സമീപിച്ചുകൊണ്ട് അവർ തവസ്സുൽ ചെയ്യുന്നു. നബിതങ്ങളോട് അവർ ഇസ്തിശ്ഫാ ചെയ്യുന്നു. നബിതങ്ങൾ വഫാത്തിന് ശേഷം അവർ ഇസ്തിഗാസ ചെയ്യുന്നു, തവസ്സുൽ ചെയ്യുന്നു. നബിതങ്ങളെ ഖബർ ഷരീഫിൻ്റെ അടുക്കൽ ചെന്നവർ പ്രാർത്ഥിക്കുന്നു. ഇതാണ് സഹാബത്തിൻ്റെ മാർഗം. ഇതാണ് സഹാബത്ത് പഠിപ്പിച്ചത്. ആ മാർഗത്തിൽ ഉറച്ചു നിന്നവരാണ് ഹിദായത്തിൻ്റെ ആളുകൾ. അവർക്കാണ് സ്വർഗം കിട്ടുകയുള്ളൂ. അവർക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്ക് നരകമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം അല്ലാത്തവർ ഈ ഒരു മാർഗത്തെ അവഗണിച്ചവരാണ്. ഒമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സത്യസന്ദേശം ഇതാണെന്ന് വ്യക്തമായ ശേഷം ഈ മാർഗത്തെ വിട്ട് കളഞ്ഞാൽ, ഒമയ്യത്തബി ഗൈറ സബീൽ, മുഅ്മിനീങ്ങളെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗത്തെ ഒരാൾ പിൻപറ്റിയാൽ, ഈ സന്ദേശത്തിനെ അവഗണിച്ചു. മുഅ്മിനീങ്ങളെ മാർഗം എന്താണ്? ആ നബിതങ്ങളെ മദ്ഹ് ചെയ്ത്, നബിതങ്ങളെ സ്നേഹിച്ച്, നബിതങ്ങളെ അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ച്, ബദരീങ്ങളെ സ്നേഹിച്ച്, ഔലിയാക്കന്മാരെ സ്നേഹിച്ച്, അവരെ അടുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട് അവരെ തവസ്സുൽ ചെയ്ത് ഇങ്ങനെ ജീവിക്കലാണ് മുഅ്മിനീങ്ങളെ മാർഗം. ഈ മാർഗത്തെ അവഗണിച്ച് മറ്റൊരു മാർഗത്തെ ഏതെങ്കിലും സലഫിസത്തിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസങ്ങളോടോ പുത്തൻ ചിന്താഗതികളോടോ പിഴച്ച മാർഗത്തിനോടോ ആരെങ്കിലും പിൻപറ്റിയാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന ഈ സ്വഹാബത്തിൻ്റെ മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, മുൻഗാമികളുടെ മാർഗം, 4 ഖലീഫമാരുടെ മാർഗം, കഴിഞ്ഞുപോയ ഉത്തമ നൂറ്റാണ്ടുകാരുടെ മാർഗം, ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞവരാണ് പുതിയ ചിന്താഗതിക്കാരും പുതിയ ആശയക്കാരും സുന്നികളല്ലാത്തവരൊക്കെ. ഈ ഒരു രീതിയിലാണ്. അതിനാരെങ്കിലും പിൻപറ്റിയ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമായിട്ട് പറ, അവർ നരകത്തിൻ്റെ ആളുകളാണ്. അവർക്ക് സ്വർഗം കിട്ടൂല, അവർക്ക് സ്വർഗം കിട്ടുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം, അതാണ് യഥാർത്ഥത്തിൻ്റെ മാർഗം. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗം. ആ മാർഗമാണ് ഇന്ന് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കുന്നതിൽ സമസ്ത ഏതെങ്കിലും താല്പര്യങ്ങളെ പരിഗണിക്കാറില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അവഗണനകളെ ഭയപ്പെടാറുമില്ല. സത്യസന്ദേശം വ്യക്തമായി അത് ജനസമൂഹത്തോട് പറഞ്ഞിരുന്നതിൻ്റെ 100 വർഷം തികയുകയാണ്. 100ാം വാർഷികം വരുന്ന 2026 ഫെബ്രുവരിയിൽ നടക്കുകയാണ്. അത് സമസ്ത പഠിപ്പിച്ച മാർഗം അതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം, ഔലിയാക്കളെ മാർഗം, അതാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ചത്, പാങ്ങിൽ ഉസ്താദ് പഠിപ്പിച്ചത്, ഷംസുല്ലമ പഠിപ്പിച്ചത്, കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചത്. ഇന്നതിനെ നയിക്കുന്നത് സയ്യിദുൽ ഉലമയാണ്. ഇന്നും നമുക്ക് നയിക്കുന്നത്. അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം ചെയ്യട്ടെ, അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. നീണ്ട 40 കൊല്ലത്തെ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നു മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ. വഫാത്തായപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ഉറക്ക ഉച്ചരിച്ച് അവസാനം അവിടുന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. നമ്മളൊക്കെ ചരിത്രം അറിഞ്ഞവരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് കലിമ ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞ ചരിത്രമാണ് സമസ്തയുടെ മുൻകഴിഞ്ഞു പോയ മുഴുവൻ പണ്ഡിതന്മാർക്കും മുഴുവൻ നേതാക്കൾക്കും മുഴുവൻ ഗുണകാംക്ഷികൾക്കും ഉണ്ടായിട്ടുള്ളത്. അത് യഥാർത്ഥ സത്യത്തിൻ്റെ മാർഗമാണ്, ഹിദായത്തിൻ്റെ മാർഗമാണ്. മൻകാന ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ
അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ചോദിക്കുന്ന, നമ്മൾ ഓരോ സമയത്തും ആവശ്യപ്പെടുന്ന ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണോ, അത് ഈ ഒരു മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുക, ഇതിനെ സഹായിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഇത് മുഴുവനും, ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കേൾക്കണം. വിനയത്തോടെ എല്ലാവരോടും അറിയിക്കുകയാണ്. ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.